ഏവർക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വയക്കര അച്ഛൻമൂസ് എന്ന കഥയാണ്. വൈദ്യന്മാർക്ക് പ്രധാനമായി വേണ്ടത് ഗുരുത്വവും കൈപുണ്യവുമാണെന്ന് പ്രസിദ്ധവും സർവസമ്മതവുമാണല്ലോ. വൈദ്യന്മാർ നല്ല പോലെ ശാസ്ത്ര നൈപുണ്യവും ബുദ്ധിയും യുക്തിയുമുള്ളവരായിരുന്നാലും ഗുരുത്വവും കൈപുണ്യവുമില്ലെങ്കിൽ അവരുടെ ചികിത്സ ഫലിക്കയില്ലെന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രജ്ഞാനവും യുക്തിയും ബുദ്ധിയുമില്ലാത്തവർക്ക് ഗുരുത്വവും കൈപുണ്യവും മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് മതിയാവുന്നതല്ലെങ്കിലും ഗുരുത്വവും കൈപുണ്യമുള്ളവർക്ക് ശാസ്ത്രപരിചയവും മറ്റും കുറച്ച് കുറവായിരുന്നാലും അബദ്ധമൊന്നും വരുന്നതല്ല. ഗുരുത്വവും കൈപുണ്യമുള്ളവർക്ക് ശാസ്ത്രജ്ഞാനവും യുക്തിയും ബുദ്ധിയും കൂടി ഉണ്ടായിരുന്നാൽ പിന്നത്തെ കഥ പറയാനുമില്ല. അഷ്ടവൈദ്യന്മാരിൽ അദ്വിതീയന്മാരെന്ന് പണ്ടേ പ്രസിദ്ധന്മാരായിരുന്ന വയക്കര മൂസന്മാർക്ക് മേൽപ്പറഞ്ഞവയെല്ലാം പൂർണ്ണമായിട്ടുള്ളതിനാലാണ് അവർ സർവോത്കർഷേണ വർത്തിക്കുന്നത്. ഇതിന് ദൃഷ്ടാന്തമായി കഴിഞ്ഞുപോയ ആര്യൻ നാരായണൻ മൂസ് അവർകളുടെ അച്ഛനായ അച്ഛൻമൂസ് അവർകളുടെ ചില അത്ഭുത കർമ്മങ്ങളെ താഴെ പ്രസ്താവിക്കുന്നു. കേവലം കേട്ടുകേൾവിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എഴുതുന്ന ഈ വക ഐതിഹ്യങ്ങളുടെ വാസ്തവത്വത്തെപ്പറ്റി അധികം ആലോചിക്കണമെന്നില്ല. മഹാന്മാർക്ക് എന്ത് ദുഷ്കരം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ 6 അത്ഭുത കർമ്മങ്ങളെ പറ്റിയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിലൊന്നാമത്തേത് എന്താണെന്ന് നോക്കാം. ഒരാൾക്ക് മലവും മൂത്രവും പോകാതെ വയറു വല്ലാതെ അടച്ച് വീർത്ത് വേദന സഹിക്കവയ്യാതെയായി തീർന്നു. വേദനയുടെ ശക്തി കൊണ്ട് കിടക്കാനും ഇരിക്കാനും ഉണ്ണാനും ഉറങ്ങാനും എന്ന് വേണ്ട യാതൊന്നും വയ്യാതെയായി രോഗി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കിടന്നുരുണ്ടു തുടങ്ങി. പല വൈദ്യന്മാർ വന്ന് കാണുകയും പല പ്രയോഗങ്ങൾ ചെയ്തു നോക്കുകയുമൊക്കെ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മരിച്ചു പോകുമെന്ന് തന്നെ രോഗിയും വൈദ്യന്മാരും ശേഷമുള്ളവരും എല്ലാവരും തീർച്ചപ്പെടുത്തി. എങ്കിലും വയക്കര അച്ഛൻമൂസിൻ്റെ അടുക്കൽ കൂടി ഒന്ന് പോയി പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ച് രോഗിയുടെ അനന്തരവൻ വയക്കര എത്തി. അത് ദീനം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെയായിരുന്നു. അപ്പോൾ അച്ഛൻമൂസ് വാലിയക്കാർ കറിക്ക് നുറുക്കുന്നിടത്ത് ചെന്ന് അവരോട് എന്തോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ ചെന്നയാൾ അവിടെ ചെന്ന് കണ്ട് ദീനത്തിൻ്റെ വിവരമെല്ലാം അറിയിച്ചു. ഉടനെ അച്ഛൻമൂസ് അവിടെ കിടന്നിരുന്ന മത്തങ്ങയുടെ ഒരു ഞെടുപ്പെടുത്ത് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയി കാഞ്ഞ വെള്ളത്തിൽ അരച്ച് കലക്കി കൊടുത്താൽ മതി എന്നു പറഞ്ഞു. അയാൾ അത് ഭക്തിയോടുകൂടി വാങ്ങിക്കൊണ്ടുപോയി അവിടുന്ന് പറഞ്ഞതുപോലെ അതിൽ പകുതിയെടുത്ത് കാഞ്ഞ വെള്ളത്തിൽ അരച്ചു കലക്കി രോഗിക്ക് കൊടുത്തു. അത് കുടിച്ചു മാത്രം നേരം കഴിഞ്ഞപ്പോൾ മലവും മൂത്രവും ഒഴിയുകയും സകല വേദനകളും മാറി രോഗിക്ക് നല്ല സുഖമാവുകയും ചെയ്തു. എങ്കിലും മലവും മൂത്രവും പോയി തുടങ്ങിയിട്ട് മൂത്രം പോക്ക് നിന്നു. വയറിളകി പിന്നെയും പോയിക്കൊണ്ട് തന്നെയിരുന്നു. അതും ക്രമേണ നിന്നോളുമെന്ന് വിചാരിച്ച് അന്നത്തെ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴേക്കും വയറ്റിൽ നിന്ന് പോക്ക് കുറച്ചുകൂടി അധികമായി. അപ്പോഴേക്കും രോഗിക്ക് ക്ഷീണവും പാരവശ്യവും കലശലായി. ഉടനെ രോഗിയുടെ അനന്തരവൻ ഓടി പിന്നെയും അച്ഛൻമൂസിൻ്റെ അടുക്കലെത്തി വിവരം അറിയിച്ചു. അപ്പോൾ അച്ഛൻമൂസ് ആ തന്നയച്ച മരുന്ന് മുഴുവനും അരച്ചു കലക്കി കൊടുത്തുവോ എന്ന് ചോദിച്ചു. ഇല്ല, പകുതിയോ കൊടുത്തിട്ടുള്ളൂ, ശേഷം ഇരിക്കുന്നുണ്ട് എന്ന് ആ ചെന്നയാൾ അറിയിച്ചു. എന്നാൽ ശേഷമുള്ളതുകൂടി അരച്ചു കലക്കി കൊടുത്തേക്കൂ, സുഖമാവും എന്ന് അച്ഛൻമൂസ് പറഞ്ഞു. ഉടനെ അയാൾ ചെന്ന് മത്തങ്ങായുടെ ഞെട്ടി ശേഷമുണ്ടായിരുന്നത് കൂടി കാഞ്ഞ വെള്ളത്തിൽ അരച്ചു കലക്കി കൊടുത്തു. അത് കുടിച്ചതോടുകൂടി തന്നെ വയറ്റിൽ നിന്ന് പോക്കു നിന്നു. ക്രമേണ മലമൂത്രങ്ങൾ പതിവ് പോലെ പോയി തുടങ്ങുകയും ക്രമേണ രോഗിയുടെ ക്ഷീണം മാറി സുഖമാവുകയും ചെയ്തു. 2. ദേഹത്തിൻ്റെ സ്ഥൗല്യം നിമിത്തം ഇരിക്കാനും നിൽക്കാനും നടക്കാനും കിടക്കാനും നിവൃത്തിയില്ലാതെയായി തീർന്ന ഒരു മാപ്പിള ഒരിക്കൽ അച്ഛൻമൂസ് അവർകളുടെ അടുക്കൽ വരികയുണ്ടായി. അയാൾക്കു ശരീരം ക്രമത്തിലധികം തടിച്ചു പോയതുകൊണ്ടുള്ള അസ്വാധീനമല്ലാതെ വേറെ യാതൊരു സുഖക്കേടുമില്ല. സാമാന്യത്തിലധികം തടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ദിവസം പ്രതി എന്ന പോലെ സ്ഥൗല്യം വർദ്ധിച്ചു കൊണ്ടിരുന്നതിനാൽ അയാൾ പല വൈദ്യന്മാരെ കാണുകയും പല ചികിത്സ ചെയ്തിട്ടും ഒരു ഫലവും കാണാഞ്ഞതിനാലുമാണ് ഒടുക്കം വയക്കരെ വന്നത്. കാർശ്യമേവ വരം സ്ഥൗല്യന്ന ഹി സ്ഥൂലസ്യ ഭേഷജം
എന്നുള്ളതിൽ വൈദ്യന്മാരുടെ ചികിത്സകൾ ഫലിക്കാഞ്ഞതിനാൽ അത്ഭുതപ്പെടാനുമില്ല. അച്ഛൻ മൂസ അവർകൾ വിവരമെല്ലാം കേട്ടതിന് ശേഷം രോഗിയെ ആപാദചൂടം 1-2 പ്രാവശ്യം സൂക്ഷിച്ചു നോക്കിയിട്ട്, നിനക്കിപ്പോൾ ചികിത്സയൊന്നും ചെയ്യണമെന്നില്ല, 30 ദിവസത്തിനകം നീ മരിച്ചു പോകും, മരണലക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് കാണുന്നുമുണ്ട്. ഈശ്വരകാരുണ്യം കൊണ്ടും ആയുസിൻ്റെ ബലം കൊണ്ടും ഒരു വേള മരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നാൽ വല്ലതും ചികിത്സ നിശ്ചയിക്കാം, അല്ലാതെ ഇപ്പോൾ ഒന്നും നിശ്ചയിക്കാനാവില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ മാപ്പിളയുടെ മനസ്സിൽ വല്ലാത്ത ഒരു വ്യസനവും ആദിയും ഉണ്ടായി. പെട്ടെന്ന് അയാൾ മൂർച്ഛിച്ചു വീണു. വയക്കര അച്ഛൻ മൂസവറുകൾ പറഞ്ഞാൽ പിന്നെ അതിന് കടികിടയ്ക്ക് വ്യത്യാസം വരികയില്ല എന്നുള്ളത് പ്രസിദ്ധവും എല്ലാവർക്കും അനുഭവസിദ്ധവുമാണ്. അങ്ങനെ ഇരിക്കുന്ന അവിടുന്ന് ഇപ്രകാരം പറഞ്ഞാൽ ആർക്കാണ് വ്യസനമുണ്ടാകാത്തത്? മരണഭയം എന്നത് എല്ലാവർക്കും ഉള്ളതാണല്ലോ. 3:45 നാഴിക കഴിഞ്ഞപ്പോൾ മാപ്പിളയ്ക്ക് ബോധം വീണു. ഉടനെ കൂടെ ഉണ്ടായിരുന്നവരിൽ 5-6 പേരും കൂടി ഒരുവിധം എടുത്ത് തോണിയിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിലെത്തിയതിന് ശേഷം മാപ്പിളയ്ക്ക് കഞ്ഞിക്കും ചോറിനും ഒന്നിനും രുചിയുമില്ല, ഉറക്കവുമില്ല. ഒരു കാര്യത്തിലും ഒരു ഉത്സാഹവും മനസ്സുമില്ല എന്നുള്ള സ്ഥിതിയിലായിത്തീർന്നു. ഭാര്യയും പുത്രന്മാരും വളരെ നിർബന്ധിച്ചാൽ കുറച്ച് കഞ്ഞി കുടിക്കും, അല്ലാതെ അയാളുടെ മനസ്സാലെ സ്നാനാശനാദികൾ ഒന്നും തന്നെ ഇല്ലാതെ തീർന്നു. ക്രമേണ ദേഹം ചടച്ചു തുടങ്ങുകയും ചെയ്തു. എന്തിനു വളരെ പറയുന്നു, ഒരു കുട്ടിയാനെ പോലെ ഇരുന്ന ആ കൂറ്റൻ ഇങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോഴേക്കും കൃശശരീരനായ ഒരു മനുഷ്യൻ്റെ ആകൃതിയായി തീർന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ മരിച്ചു പോവുകയില്ലായിരിക്കുമെന്നുള്ള ഒരു വിചാരവും മാപ്പിളയുടെ മനസ്സിൽ ഉണ്ടായി തുടങ്ങി. ക്ഷീണം നല്ലതുപോലെ ഉണ്ടെങ്കിലും അയാൾക്ക് എണീറ്റ് നടക്കുന്നതിനും മറ്റും യാതൊരു അസ്വാധീനവും ഇല്ലാതെയാവുകയും ചെയ്തു. എങ്കിലും 1 മാസം കഴിഞ്ഞിട്ട് മരിച്ചില്ലെങ്കിൽ പിന്നെയും ചെല്ലണമെന്നാണല്ലോ വയക്കര തിരുമേനി കൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഒന്നുകൂടി പോകണം എന്ന് നിശ്ചയിച്ച് അയാൾ പരിവാര സമേതം വീണ്ടും അച്ഛൻ മൂസ അവർകളുടെ അടുക്കലെത്തി വിവരമെല്ലാം അറിയിച്ചു. അപ്പോൾ അവിടുന്ന്, നീ ഇപ്പോഴെങ്ങും മരിച്ചു പോവുകയില്ല, ഞാനന്ന് അങ്ങനെ പറഞ്ഞത് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിട്ടുമല്ല. ചടച്ചവരുടെ ദേഹം തടിക്കാനല്ലാതെ തടിച്ചവരുടെ ദേഹം ചടയ്ക്കാൻ ചികിത്സയൊന്നുമില്ല. പിന്നെ ദേഹം ചടപ്പിക്കുന്നതിന് മനോവിചാരം തന്നെയാണ് ചികിത്സ. മരണഭയം നിമിത്തം ഉണ്ടാകുന്നതിലധികം പ്രബലമായ മനോവിചാരം ഉണ്ടാക്കാൻ തരമില്ലല്ലോ. അതിനാൽ അന്നങ്ങനെ പറഞ്ഞത് ഒരു ചികിത്സയാണെന്ന് വിചാരിച്ചാൽ മതി. ആ ചികിത്സ ഫലിക്കുകയും ചെയ്തുവല്ലോ. ഇപ്പോൾ ദേഹത്തിൻ്റെ സ്വാധീനക്കുറവൊക്കെ മാറിയില്ലേ? വേറെ ദീനമൊന്നുമില്ലാത്തതിനാൽ ഇനി ചികിത്സയൊന്നും വേണമെന്നില്ല. ഇനിയും പണ്ടത്തെ പോലെ ദേഹം തടിക്കാതെ സൂക്ഷിക്കുക മാത്രം ചെയ്താൽ മതി. അതിനു പതിവായി ദേഹം നല്ല പോലെ വിയർക്കത്തക്ക വണ്ണം വല്ലതും അധ്വാനം ചെയ്തുകൊണ്ടിരുന്നാൽ മതിതാനും. സന്തതിയും സമ്പത്തും ധാരാളം ഉണ്ടായിരിക്കുക, മനോവിചാരത്തിന് കാരണമൊന്നുമില്ലാതിരിക്കുക, സുഖമായി യഥേഷ്ടം ഭക്ഷണവും കഴിച്ച് അധ്വാനം ഒന്നും ചെയ്യാതെ സ്വസ്ഥനായിരിക്കുക, ഇതൊക്കെ കൊണ്ടാണ് ദേഹം ക്രമത്തിലധികം തടിക്കുന്നത്. ശക്തിക്ക് തക്കമായ വ്യായാമം മനുഷ്യർക്ക് അത്യാവശ്യമാണ്. അത് പതിവായി ചെയ്തുകൊണ്ടാൽ സുഖമായിരിക്കാം. അതിനാൽ ഇനി പതിവായി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് മാപ്പിള വളരെ സന്തോഷിച്ച് പോവുകയും പതിവായി വ്യായാമം ചെയ്തുകൊണ്ട് ആജീവനാന്തം സുഖമായിരിക്കുകയും ചെയ്തു. 3. ഒരിക്കൽ ഒരു സ്ത്രീക്ക് പ്രസവവേദന ആരംഭിച്ചതിന് ശേഷം 4-5 ദിവസം കഴിഞ്ഞിട്ടും പ്രസവിച്ചില്ല. 5-ാം ദിവസം പ്രജയുടെ ഒരു കൈയിൻ്റെ അറ്റം പുറത്ത് കാണാനായി. സാധാരണ പ്രസവത്തിങ്കിൽ ശിരസ്സാണല്ലോ ആദ്യം കാണപ്പെടുന്നത്. അങ്ങനെയല്ലാതെ ആദ്യം കൈ പുറത്തേക്ക് വന്ന് കണ്ടതിനാൽ വയറ്റാട്ടികൾക്കും മറ്റും വളരെ പരിഭ്രമവും വ്യസനവും ഉണ്ടായി. അക്കാലത്ത് സൂതി കർമ്മിണികളും അപ്പാത്തിക്കിരിമാരും മറ്റും ഈ ദിക്കിൽ ഇല്ലാതിരുന്നതിനാൽ ഇങ്ങനെയുള്ള സംഗതികൾ നാട്ടുകാർക്ക് നാട്ടുവൈദ്യന്മാരല്ലാതെ ഒരു ശരണവും ഇല്ലായിരുന്നല്ലോ. അതിനാൽ സ്ത്രീയുടെ ഉടമസ്ഥന്മാർ ഓടി വയക്കരയെത്തി വിവരം അച്ഛൻ മൂസ അവർകളുടെ അടുക്കൽ അറിയിച്ചു. അച്ഛൻ മൂസ അവർകൾ കുറച്ചാലോചിച്ചിട്ട് ഒരു ഇരുമ്പാണിയോ പിശാങ്കത്തിയോ വല്ലതും തീയത്ത് കാണിച്ച് നല്ല പോലെ പഠിപ്പിച്ച് ആ കുട്ടിയുടെ കയ്യിന്മേൽ വെച്ചാൽ മതി എന്നു പറഞ്ഞു. സ്ത്രീയുടെ ഉടമസ്ഥന്മാർക്ക് അങ്ങനെ ചെയ്യാൻ നല്ല മനസ്സില്ലായിരുന്നു. എങ്കിലും വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്നതിനാലും അച്ഛൻ മൂസ അവർകൾ പറഞ്ഞിട്ട് ചെയ്താൽ ഒന്നും അപകടമായി വരികയില്ലെന്നുള്ള വിശ്വാസം കൊണ്ടും അവർ അങ്ങനെ ചെയ്തു.
ഇരുമ്പ് പഴിപ്പിച്ചു വെച്ച ഉടനെ ശിശു കൈ അകത്തേക്ക് വലിച്ചു. മാത്രം നേരം കഴിഞ്ഞപ്പോൾ സ്ത്രീ ക്രമപ്രകാരം പ്രസവിക്കുകയും ചെയ്തു. തള്ളയ്ക്കും പിള്ളയ്ക്കും യാതൊരു തരക്കേടും പറ്റിയില്ല. കുട്ടിയുടെ കൈ പൊള്ളിയിരുന്നു. ആ വിവരം പിന്നെ മൂസവറുകളുടെ അടുക്കൽ അറിയിക്കുകയും അതിന് ചില ചികിത്സകൾ അവിടുന്ന് നിശ്ചയിച്ചു പറയുകയും അതിന് പ്രകാരം ചെയ്തപ്പോൾ കുട്ടിക്ക് സുഖമാവുകയും ചെയ്തു. 4. ഒരിക്കൽ വാതരോഗിയും വയറ്റിൽ വേദനക്കാരനുമായ ഒരാൾ പല ചികിത്സകൾ ചെയ്തിട്ടും സുഖം കാണായകയാൽ വയക്കര അച്ഛൻ മൂസ് അവറുകളുടെ അടുക്കൽ ചെന്ന് വിവരം അറിയിച്ചു. ആ രോഗി ചെങ്ങന്നൂർക്കാരനോ മറ്റോ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ദീനത്തിൻ്റെ വിവരമെല്ലാം കേട്ടപ്പോൾ അച്ഛൻ മൂസ് അവറുകൾ, നിങ്ങളുടെ ദിക്കിൽ മുതിര ധാരാളം കിട്ടുകയില്ലേ എന്ന് ചോദിച്ചു. രോഗി, ധാരാളം കിട്ടും. അടിയന് തന്നെ ആണ്ടുതോറും 200 പറ മുതിരയിൽ കുറയാതെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ മുതിര വറുത്തു കുത്തി പരിപ്പാക്കി അത് കുറേശ്ശെ പുഴുങ്ങി ദിവസം തോറും രാവിലെ അതും കൂട്ടി കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രോഗിക്ക് ഒട്ടും തൃപ്തിയായില്ല. എങ്കിലും അവിടുത്തെ അടുക്കൽ ഒന്നും മറുത്തു പറയാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നും പറയാതെ കുണ്ഠിതത്തോടു കൂടി തിരിച്ചുപോയി. വീട്ടിൽ ചെന്ന ഉടനെ അയാളുടെ ഭാര്യ ചികിത്സയുടെ വിവരം ചോദിച്ചു. അപ്പോൾ ആ രോഗി, എൻ്റെ ദീനം ഭേദമാകുന്നതാണെന്ന് തോന്നുന്നില്ല. കുതിരകളെ പോലെ ദിവസം തോറും ഞാൻ കാണം പുഴുങ്ങി തിന്നാനാണ് അവിടുന്ന് കൽപ്പിച്ചത്. ഭേദപ്പെടുന്ന ദീനമാണെങ്കിൽ അവിടുന്ന് അങ്ങനെ കൽപ്പിക്കുകയില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ അനേകം രോഗികൾ അവിടെ കൂടിയിരുന്നു. അവർക്കൊക്കെ കഷായത്തിനും മറ്റും ചാർത്തി കൊടുക്കുകയും ചിലർക്ക് മരുന്നുകൾ കൊടുക്കുകയും മറ്റും ചെയ്തു. എന്നോട് മാത്രം ഇങ്ങനെ കൽപ്പിച്ച സ്ഥിതിക്ക് എൻ്റെ ദീനം മാറുന്നതല്ലെന്ന് നിശ്ചയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ, അങ്ങനെ നിശ്ചയിക്കാൻ പാടില്ല. ഏതായാലും അവിടുന്ന് കൽപ്പിച്ചതുപോലെ കുറച്ച് ദിവസം ചെയ്തു നോക്കണം. ഭേദമായില്ലെങ്കിൽ വേണ്ട. ഇത് ചെയ്തതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് രോഗിയും സമ്മതിച്ചു. അച്ഛൻ മൂസ് അവറുകൾ പറഞ്ഞയച്ചതുപോലെ 10-12 ദിവസം ചെയ്തപ്പോൾ രോഗിക്ക് കുറച്ച് സുഖമുണ്ടെന്ന് തോന്നുകയാൽ 40 ദിവസം മുടങ്ങാതെ അങ്ങനെ ചെയ്തു. അപ്പോൾ രോഗി സകല സുഖക്കേടുകളും മാറി സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു. 5. ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ ഗൃഹത്തിലുള്ള ഉത്തരത്തിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കുന്നതിനായി വലത്തെ കൈ ഉയർത്തി. പിന്നെ ആ കൈ എന്തായാലും മേൽപോട്ട് തന്നെ നിൽക്കുന്നതല്ലാതെ കീഴ്പോട്ടിടാൻ വയ്യാതെയായി തീർന്നു. പല വൈദ്യന്മാർ പല ചികിത്സകൾ ചെയ്തു. ഞരമ്പിൻ്റെ നിശ്ചയമുള്ളവരായ തിരുമുകാരെ കൊണ്ട് തിരുമിച്ചു നോക്കി. ചിലർ ഈ രോഗം വാദസംബന്ധമായിട്ടുള്ളതാണെന്നും മറ്റു ചിലർ ഞരമ്പ് പിണഞ്ഞു പോയതാണെന്നും വേറെ ചിലർ ഇതൊരു ദേവതാഗോഷ്ഠിയാണെന്നും മറ്റും അഭിപ്രായപ്പെട്ടു. പല ചികിത്സകളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്തിട്ടും ഒരു ഭേദവും ഉണ്ടായില്ല. സ്ത്രീയുടെ കൈ നേരെ മേൽപോട്ട് തന്നെ നിന്നതല്ലാതെ കീഴ്പോട്ട് വന്നില്ല. ഒടുക്കം ആ സ്ത്രീയെ വയക്കര അച്ഛൻ മൂസ് അവറുകളുടെ അടുക്കൽ കൊണ്ടുവന്ന് കാണിച്ച് വിവരമൊക്കെ പറഞ്ഞു. അച്ഛൻ മൂസ് അവറുകൾ കുറച്ചു നേരം തൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് ആ സ്ത്രീയെ ഇറയത്ത് കയറ്റി നിർത്താൻ പറഞ്ഞു. സ്ത്രീയുടെ ഉടമസ്ഥന്മാർ അപ്രകാരം ചെയ്തു. പിന്നെ ആ സ്ത്രീയുടെ അസ്വാധീനമില്ലാത്ത ഇടത്തെ കൈ ഒരു കയറിട്ട് മുറുക്കി പുരയുടെ മുകളിലത്തെ വളയിൽ കെട്ടാൻ പറഞ്ഞു. അതും അങ്ങനെ ചെയ്തു. അപ്പോൾ വയക്കര തെക്ക് വശത്ത് മുറ്റത്ത് ദീനക്കാരായും മറ്റും വളരെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ കൂടെയും അവരുടെ ഭർത്താവ്, സഹോദരന്മാർ മുതലായി പലരും ഉണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വിദ്യ കാണിക്കുന്നതെന്ന് കൂടി കേൾവിക്കാർ ഓർത്തുകൊള്ളണം. സ്ത്രീയുടെ ഇടത്തെ കൈ മേൽപോട്ട് പിടിച്ചു കെട്ടിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ മൂസ് അവറുകൾ സ്ത്രീയുടെ ഭർത്താവിനെ വിളിച്ച് അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ചു കളയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്ത്രീയുടെ ഉടമസ്ഥന്മാർക്കൊക്കെ വളരെ വ്യസനമായി. സ്ത്രീയുടെ കഥ പറയാനുമില്ലല്ലോ. ഈ ബഹുജന സമക്ഷം ഇങ്ങനെ പ്രവർത്തിക്കാനും ഇങ്ങനെ ചെയ്യാൻ മനസ്സില്ലെന്ന് അച്ഛൻ മൂസ് അവറുകളോട് പറയാനും ധൈര്യമില്ലാതെ സ്ത്രീയുടെ ഭർത്താവും ഉടമസ്ഥന്മാരും അങ്ങനെ പരുങ്ങിക്കൊണ്ട് നിന്നു. അപ്പോൾ അച്ഛൻ മൂസ് അവറുകൾ, നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഞാൻ തന്നെ ആവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്ത്രീയുടെ അടുക്കലേക്ക് ചെന്ന് വസ്ത്രത്തിൻ്റെ തുമ്പത്ത് പിടിക്കാനായി ഭാവിക്കുകയും സ്ത്രീയുടെ വലത്തെ കൈ കീഴ്പോട്ട് വരികയും ഒരുമിച്ചു കഴിഞ്ഞു. വസ്ത്രം ഇപ്പോൾ അഴിച്ചു കളയുമെന്നുള്ള ദിക്കായപ്പോൾ സ്ത്രീ അയ്യോ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലത്തെ കൈകൊണ്ട് വസ്ത്രത്തിൻ്റെ തുമ്പ് മുറുകെ പിടിച്ചു. അച്ഛൻ മൂസ് അവറുകൾ പിന്നോക്കം ചെന്ന് യഥാസ്ഥാനം ഇരിക്കുകയും ചെയ്തു. സ്ത്രീയുടെ കൈ കീഴ്പോട്ട് വന്നതോടുകൂടി അതിൻ്റെ അസ്വാധീനതയും തീർന്നു.
പിന്നെ ആ കൈ പൊക്കുകയോ താഴ്ത്തുകയോ എന്ത് വേണമെങ്കിലും ഇഷ്ടം പോലെ പ്രവർത്തിക്കാറായി. ഇത് കണ്ട് എല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു. സ്ത്രീയുടെ ഇടത്തെ കൈയിൻ്റെ കെട്ടഴിച്ച് കൊണ്ടുപോയി കൊള്ളുന്നതിന് അച്ഛൻ മൂസ അവറുകൾ പറയുകയും അവർ കൊണ്ടുപോവുകയും ഇങ്ങനെ ആ സ്ത്രീ സ്വസ്ഥതയെ പ്രാപിക്കുകയും ചെയ്തു. 6. ഒരിക്കൽ ഒരു പുരുഷൻ കോട്ടുവായി ഇടുന്നതിനായി വായ പൊളിച്ചിട്ട് പിന്നെ വായ പൂട്ടാൻ പാടില്ലാതെയായി തീർന്നു. എല്ലായ്പ്പോഴും വായ പൊളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. മുക്കുട്ടും കുഴമ്പുമൊക്കെ പുരുട്ടി തിരുമിക്കുകയും മറ്റു പല ചികിത്സകൾ ചെയ്തിട്ടും അയാൾക്ക് വായ പൊളിച്ച പടി തന്നെ ഇരുന്നതല്ലാതെ കൂട്ടാറായില്ല. ഒടുക്കം അയാളെ വയക്കര അച്ഛൻ മൂസ അവറുകളുടെ അടുക്കൽ തന്നെ കൊണ്ടുവന്നു. വിവരമെല്ലാം കേട്ടതിന് ശേഷം അച്ഛൻ മൂസ അവറുകൾ അടുത്ത് ചെന്ന് വലത് കൈ കൊണ്ട് രോഗിയുടെ താടിക്ക് ഒരു തട്ടും ഇടത് കൈ കൊണ്ട് മൂർധാവിൽ ഒരിടിയും ഒരുമിച്ച് കൊടുത്തു. അതോടുകൂടി അയാളുടെ സുഖക്കേട് ഭേദമായി. വായ യഥാപൂർവം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാറായി അയാൾ പോവുകയും ചെയ്തു. ഇങ്ങനെ അച്ഛൻ മൂസ അവറുകളുടെ ദിവ്യത്വങ്ങളും അത്ഭുത കർമ്മങ്ങളും പറഞ്ഞാൽ അവസാനമില്ലാതെ ഉണ്ട്. ഇതെല്ലാം പ്രധാനമായി അവിടുത്തെ ഗുരുത്വവും കൈപുണ്യവും കൊണ്ട് തന്നെയാണെന്നുള്ളത് വിശേഷിച്ച് പറയണമെന്നില്ലല്ലോ. ഗുരുത്വമുള്ളവർക്ക് തത്കാലവും ചിതങ്ങളായ പ്രവൃത്തികളും യുക്തികളും അപ്പപ്പോൾ തോന്നിക്കൊള്ളും. കൈപുണ്യമുള്ളവർ എന്ത് ചെയ്താലും ഫലിക്കാതെ ഇരിക്കുകയുമില്ലല്ലോ. വയക്കര അച്ഛൻ മൂസ അവറുകളെ പറ്റി കേട്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.